Hello, welcome back to Yummy Malabar. ഇന്ന് നമ്മൾ 2 kg weight വരുന്ന ഒരു അടിപൊളി ചോക്ലേറ്റ് ട്രഫിളിന്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ റെസിപ്പിയും അതുപോലെ തന്നെ ഡെക്കറേഷനും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരല്പം ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇതേപോലുള്ളൊരു ചോക്ലേറ്റ് മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മോൾഡിൻ്റെ റേറ്റ് 100 സംതിങ് എങ്ങാനുമാണ്, കറക്റ്റ് ഓർമ്മയില്ല. ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ബേക്കിംഗ് ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും ഏകദേശം ഇത്ര റേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഈ മോൾഡിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ഫ്രീസറിലോട്ട് മാറ്റി വെക്കാം. ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 2 കപ്പ് അളവിൽ മൈദാമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നും നമുക്കൊരു 1/4 കപ്പ് അളവിൽ മൈദാമാവ് മാറ്റിയെടുക്കാം. അപ്പോൾ 2 കപ്പ് മുഴുവനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ മാറ്റിയെടുത്താൽ മതിയാവും. എന്നിട്ട് ആ സ്ഥാനത്തേക്ക് നമുക്ക് 1/4 കപ്പ് അളവിൽ ഡാർക്ക് കളറിലുള്ള കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഡാർക്ക് ആണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഡാർക്കാണ് ഒന്നും കൂടി നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പറ്റുവാണെങ്കിൽ 2-3 തവണ അരിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു തവണ അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ശേഷം ഒരു ബൗളിൽ 8 മുട്ട എടുത്തിട്ടുണ്ട്, മീഡിയം സൈസിലുള്ള 8 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2.5 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മുട്ട ബീറ്റ് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ നല്ല ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തിരുന്നാൽ മതിയാവും. അതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ വേണം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ 2 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ 1.25 കപ്പ് അളവിൽ പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പം മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റായി നല്ല ഫ്ലഫി ആയിട്ട് വന്നതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വന്നാൽ മതിയാവും. അപ്പോൾ ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് ഇതേപോലെ പതിയെ അങ്ങ് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതേപോലെ കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് അളവിൽ പാല് ചേർക്കണം. അപ്പോൾ ഒരല്പം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുക, ശേഷം ഒരല്പം പാല് ചേർക്കുക, പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുക, പാല് മിക്സ് ചെയ്യുക. അങ്ങനെ ആയിട്ട് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കിൻ്റെ സ്പഞ്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കുറേ കമൻസ് വരാറുണ്ട് കേക്ക് ഫെയിൽ ആവുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മുഴുവനായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങണം. അപ്പോൾ ഞാനിവിടെ 9 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്ന് ബട്ടർ പേപ്പർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഓയിലെല്ലാം സൈഡിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ടാപ്പ് ചെയ്തിട്ട് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 40 മിനിറ്റാണ് ബേക്കിംഗ് ടൈം. 170 ഡിഗ്രി സെൽഷ്യസിൽ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടെല്ലാം മാറിയതിന് ശേഷം ഞാനിത് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റിയിട്ട് ഇത് നമുക്ക് എത്ര ലെയറാണോ വേണ്ടത് അതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു കേക്കിന് നമുക്ക് 4 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് അധികം ലെയേഴ്സ് വേണമെങ്കിൽ നല്ല കട്ടിയിൽ 3 ലെയറായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കേക്കെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇവിടെ അസംബിൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ക്ലിപ്പ് മിസ്സായി പോയിട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നീട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇപ്പോൾ ചോക്ലേറ്റ് ഗനാഷാണ് ഇതിന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്ന വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ട്രഫിൾ കേക്ക് ഒക്കെ ചെയ്തെടുക്കുമ്പോൾ ചോക്ലേറ്റ് ഗനാഷിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. അതായത് ഇപ്പോൾ നമ്മൾ 2 കപ്പ് അളവിൽ ചോക്ലേറ്റ് എടുക്കുകയാണെങ്കിൽ 1 കപ്പ് അളവിൽ ക്രീം ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുക്കാറ്. പിന്നെ ഷുഗർ സിറപ്പായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് പാലും ചോക്ലേറ്റ് ഗനാഷും പഞ്ചസാരയും ആണ്. അപ്പോൾ 2 കപ്പ് അളവിൽ പാലും അതുപോലെ തന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ ചോക്ലേറ്റ് ഗനാഷും പിന്നെ 1.5 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടിയിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം ചൂട് മാറിയിട്ടാണ് നമ്മൾ കേക്കിൽ വെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഷുഗർ സിറപ്പായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്രീം വെച്ചിട്ട് നമ്മുടെ കേക്ക് മുഴുവനായിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കുക. ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ക്രീം വെച്ചിട്ട് മുഴുവനായിട്ട് കേക്ക് ഒന്ന് കവർ ചെയ്തെടുക്കാം.
ക്രീം വെച്ചിട്ട് മുഴുവനായിട്ട് കവർ ചെയ്തെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കേക്ക്. അതിന് ശേഷമാണ് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ട്രഫിൾ കേക്ക് ഞാൻ 2 ടൈപ്പിൽ ചെയ്യാറുണ്ട്. ഒന്ന് മുഴുവനായിട്ട് ഗനാഷ് വെച്ചിട്ട് കവർ ചെയ്തിട്ടും ചെയ്യാറുണ്ട്. പിന്നെ സെമി ആയിട്ട് പകുതി നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇതേപോലെ ഇങ്ങനെ ഡ്രിപ്പ് ചെയ്യുന്ന ഒരു എഫക്റ്റിൽ അങ്ങനെയും ചെയ്തെടുക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് മുഴുവനായിട്ട് ചോക്ലേറ്റ് ഗനാഷ് നമ്മുടെ കേക്കിൻ്റെ ചുറ്റിലായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതേപോലെ പതിയെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഓവറായിട്ട് ബലം പ്രയോഗിച്ച് കഴിഞ്ഞാൽ ആ ക്രീമും കൂടെ അങ്ങ് പോരും. അപ്പം ഒട്ടും ഭംഗി ഉണ്ടാവില്ല നമ്മുടെ കേക്ക് കാണാനായിട്ട്. പതിയെ നമ്മൾ ഗനാഷ് പാലറ്റ് നൈഫിലാക്കിയിട്ട് ഇതേപോലെ അങ്ങ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കേക്ക് ബോർഡെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള ഡെക്കറേഷൻ എല്ലാം അങ്ങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് തണുപ്പിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ചോക്കോ ചിപ്സ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഈ ഗനാഷ് ഇങ്ങനെ ഡ്രിപ്പായി വരുന്ന ഇങ്ങനെ ഒലിച്ച് വരുന്ന ഒരു ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ അങ്ങ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കേക്കിന് പ്രത്യേക ഭംഗി കൂടി കിട്ടും. പിന്നെ ഒരല്പം ഗനാഷ് ഇതേപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒരല്പം നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ അങ്ങ് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ആദ്യമേ ചെയ്ത് വെച്ച ചോക്ലേറ്റ്സും ഇതേപോലെ നമ്മൾ ആ മോൾഡിൽ നിന്ന് മാറ്റിയിട്ട് ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒരല്പം ഗോൾഡൻ ഡസ്റ്റിലേക്ക് വെള്ളം മിക്സ് ചെയ്തിട്ട് ഇതേപോലെ നമുക്കൊന്ന് ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ അല്ലേ ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ മാക്സിമം റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. താങ്ക്